ഇന്ന് രാത്രി നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് നിയോഗമുള്ള ഒരു ആശയം ദൈവവചനത്തിൽ നിന്ന് ഞാൻ പങ്കിടാൻ പോവുക. ഇവിടെ നമ്മൾ കുറച്ച് മുമ്പേ പാട്ടുകാർ പാടിയത് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. ഭാവിയിൽ സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ആ യേശുവിനെ കാണുമെന്നും അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നുവെന്നും ഒക്കെയാണ് നമ്മൾ പാടിയത്. ആത്യന്തികമായി അൾട്ടിമേറ്റായിട്ട് ഫൈനലായിട്ട് ലോകത്തിൽ സംഭവിക്കേണ്ടത് അതാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും അതായിരിക്കും. ഈ സുവിശേഷ യോഗങ്ങളുടെ എല്ലാം ഉദ്ദേശവും അതാണ്. അല്ലാതെ യോഗം നടത്തുക എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. യോഗം നടത്തുന്നു, പക്ഷേ അതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ഫോർ ദിസ് പർപ്പസ്, ഈ ഉദ്ദേശം നിവർത്തിക്കാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ വേറൊരു ഭാഷയിൽ കൂടെ തന്നെ പറയണം. യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ആളുകളെ ഒരുക്കുക എന്ന് പറയുമ്പോൾ അതൊരു മതപരമായ കാര്യമായിട്ട് തോന്നും. എന്നാൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യൻ അവസാനം രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യനെ ഒരുക്കണം. മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒടുവിൽ ഒരു രക്ഷയുണ്ടാവണമെന്ന്. അപ്പോൾ അതെല്ലാവർക്കും ബാധകമാണ്. ആ ബാധകമായ സത്യത്തിൽ എങ്ങനെയുള്ള ആളുകളാണ് ആ രക്ഷപ്പെടുന്നവർ? രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ യേശു വരുമ്പോൾ കൂടെ പോവുകയാണ് എൻ്റെ മാർഗം. യേശുവിൻ്റെ കൂടെ പോയാലേ അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ കൊണ്ടുപോകുന്ന ആൾ യേശുവാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെ പോകുന്നത്. അവിടെ കൊണ്ടുപോകാൻ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. അവിടുന്ന് വളർന്ന ആളാണ് യേശു. തിരിച്ചവിടെ പോയ ആളാണ്. ഇനി അവിടെ നിന്നൂടെ വരും. വന്ന് പോകാൻ റെഡിയായിരിക്കുന്ന ആളുകളെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നത് ആരെയാണ് എന്നാണ് ഇന്ന് എനിക്കൊന്ന് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ടൈറ്റിൽ, തലവാചകം, ദി പെർഫെക്റ്റഡ് ബ്രൈഡ്. പെർഫെക്റ്റ്, പൂർണ്ണത പ്രാപിച്ച കാന്ത. ആ വാക്കാണ് ഉപയോഗിക്കാൻ എനിക്ക് നിയോഗം, അരുളപ്പാടുള്ളത്. പൂർണ്ണത പ്രാപിച്ച കാന്ത, പൂർണ്ണത, പെർഫെക്റ്റ്. മനുഷ്യർക്കെല്ലാവർക്കും ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകാൻ. പക്ഷെ അതിൻ്റെ ഗൗരവം എത്രയാണെന്നും മറ്റും അധികം ആളുകൾ ചിന്തിക്കാറില്ല. ഒരു ധാരണയിൽ ആളുകൾ പോവുകയാണ് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ തെളിച്ച് പറയണം. മിക്ക മതങ്ങളും വിശ്വസിക്കുന്നത് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മതം, അതിൻ്റെ ആചാരങ്ങൾ അവരെ അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ എത്തിച്ചോളും, അല്ലെങ്കിൽ ഈ മോക്ഷത്തിലെത്തിക്കും, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തും എന്നാണ് മിക്ക മതങ്ങളുടെയും വിശ്വാസം. ഏറെക്കുറെ ക്രിസ്തീയ മതം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും, ഞാൻ പറഞ്ഞ എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ്, ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും വിശ്വസിക്കുന്നത് അവരുടെ പള്ളിയുടെ അംഗത്വം, ആ അംഗത്വം കിട്ടാൻ അവർ മാമോദിസയേറ്റവരാണ്, സ്നാനമേറ്റവരാണ്. അപ്പം അങ്ങനെ ആ സ്നാനമേറ്റ് പള്ളിയുടെ അംഗത്വം ഉണ്ടായി മതത്തിൻ്റെ ആചാരം ചെയ്താൽ സംഗതി ശരിയായിരുന്നു. ഭൂമിയിൽ അവരുടെ ജീവിതം എല്ലാം ശരിയാണോ ഇല്ലയോ എന്നൊന്നും അത്ര ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അങ്ങനെ ശരിയായില്ലെങ്കിൽ പോലും മരിച്ചു കഴിയുമ്പോൾ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ കൂടെ കാര്യം ശരിയാക്കി അവരെ കൊണ്ടുപോയിക്കോളും.
ഇതാണ് ബഹുഭൂരിപക്ഷം വരുന്നതിൻ്റെ വിശ്വാസം. ഞാൻ ചുമ്മാ പറയല്ല, അതിൻ്റെ വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് നല്ലപോലെ അറിഞ്ഞുകൊണ്ട് ഞാൻ അത് പറയുകയാണ്. അതിൻ്റെ കൃത്യം വാക്കുകളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് നാടൻ ഭാഷയ്ക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പം അതാണ് മനുഷ്യൻ്റെ ധാരണ. ഏറെക്കുറെ നമ്മളും അങ്ങനല്ല വിശ്വസിക്കുന്നതെങ്കിലും നമ്മൾ പറയുന്ന മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ പറയുന്ന കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പറയുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചാൽ നമ്മളും രക്ഷപ്പെട്ടോളും എന്നൊക്കെയുള്ളൊരു ധാരണയാണ് പൊതുവേ ഉള്ളത്. എന്നാൽ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് ചില വാക്യങ്ങൾ എടുത്തിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് വാസ്തവത്തിൽ നമ്മളതിന് ഒരുക്കമാണോ എന്നൊന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടാനാണ് ഇന്ന് രാത്രി എനിക്ക് അള്ളപ്പാട് കിട്ടിയിട്ടുള്ളത്. അതായത് ചില വാക്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ചില വാക്യങ്ങളൊന്ന് പരിശോധിക്കണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ്റെ ആശയങ്ങളും സഭയുടെ ഉപദേശങ്ങളും അല്ല പ്രധാനം, ദൈവത്തിൻ്റെ വചനമാണ് പ്രധാനം. അതുകൊണ്ട് ആ വചനത്തിലേക്കൊന്ന് പോയാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും ഒടുവിൽ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന കാര്യവും അന്ത്യകാര്യവും എല്ലാം പറയുന്നത്, വിശദമായി പറയുന്നത്, ക്രമീകൃതമായി പറയുന്നത് വെളിപ്പാട് പുസ്തകമാണ്. വേറെ ഒത്തിരി ഭാഗങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ പറയണേ, എല്ലാം ക്രമീകൃതമായി സിസ്റ്റമാറ്റിക്കായി ഓർഗനൈസ്ഡായിട്ട് വിശദമായിട്ട് പറയുന്നത് വെളിപ്പാട് പുസ്തകം. ആ പുസ്തകത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം തന്നെ ഈ ഒരു കാര്യമാണ്. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് തന്നെ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഏത് കണ്ണും അവനെക്കുറിച്ച് തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ആമൻ. പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോഴും 22-ാം അധ്യായം, 22 അധ്യായമാണ് ആ പുസ്തകത്തിനുള്ളത്. അതിൻ്റെ 7-ാം വാക്യം, അതിൻ്റെ 12-ാം വാക്യം, അതിൻ്റെ 20-ാം വാക്യം യേശു നേരിട്ട് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. 3 വാക്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയുന്നത് 7-ാം വാക്യം, 12-ാം വാക്യം, 20-ാം വാക്യം ആവർത്തിച്ച് പറയുകയാണ് ലോകത്തോട്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പം അങ്ങനെ ഏറ്റവും പ്രധാനമായ ഈ സംഭവം പറയുമ്പോൾ അതിനു മുമ്പ് പോകാനുള്ള ആളുകളെ സംബന്ധിച്ചുള്ള കുറച്ച് വിശദീകരണങ്ങൾ ഈ പുസ്തകത്തിൽ ധാരാളം. അതിൽ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം, ഞാൻ ഈ പറഞ്ഞ ആശയത്തോട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആശയം 19-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് ദൈവത്തിന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. കേൾക്കണേ, ഞാൻ ഒത്തിരി ആവേശത്തിലല്ല തുടങ്ങുന്നത്. കാര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ചില പതിയെ പോകും. വലിയ പ്രധാനപ്പെട്ട കാര്യം വളരെ സ്പീഡിൽ ശബ്ദത്തിൽ പറഞ്ഞാൽ എല്ലാം തലയ്ക്കകത്ത് കയറില്ല, അതൊരു വികാരത്തിലൊക്കെ പോകും. അതല്ല വേണ്ടിയത്, ഇതകത്ത് കയറണം. അതുകൊണ്ട് എൻ്റെ രീതി അനുസരിച്ചും അങ്ങനെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില പതിയെ പറയുള്ളൂ, നിർത്തിയേ പറയുള്ളൂ. അത് നല്ല പോലെ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ബ്ലോ ചെയ്ത് തലയ്ക്കകത്ത് ഒന്ന് ആണി അടിച്ചു വെക്കുന്ന പോലെ അടിച്ചു വെക്കണം. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അത്രയാണ് പ്രധാന ഭാഗം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ വാക്കിനെ അല്പം ഒന്ന് പൊതുലോകത്തിന് വേണ്ടി ഞാൻ ഒന്ന് വിശദീകരിക്കും. എൻ്റെ പ്രസംഗം പെന്തിക്കോസ്ത് വിശ്വാസികൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, ബാക്കിയോട്ടൊരു കേൾക്കുന്നതല്ലേ, അവർക്കൊണ്ട് മനസ്സിലാവണ്ടേ. പറയുന്നത് എല്ലാവരും മനസ്സിലാക്കണം നിർബന്ധക്കാരനാണ് ഞാൻ. അപ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞാടാണ്? അപ്പോൾ അങ്ങനെ കുഞ്ഞാടെന്ന് പറഞ്ഞ ഒരാട് കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കാം. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്ന് വേദപുസ്തകം പറയുമ്പോൾ അത് ഈ പുതിയ നിയമ വേദഭാഗത്തിൻ്റെ തുടക്കത്തിലൊരു സംഭവമാണ്. പുതിയ നിയമം തുടങ്ങുന്നത് എവിടെയാണെന്നറിയാവോ? മത്തായി സുവിശേഷം 1-ാം അധ്യായം എന്ന അർത്ഥത്തിലല്ലേ ഞാൻ ചോദിക്കുന്നത്.
പുതിയ നിയമത്തിൻ്റെ തുടക്കം ഒരുത്തൻ മരുഭൂമി പ്രസംഗിക്കാൻ വന്നു. യോഹന്നാൻ സ്നാപകൻ യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിക്കാൻ വന്നു. എന്തായിരുന്നു എന്നോ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നു, അവൻ എന്നെക്കാൾ വളരെ കൂടിയ ആളാണ്, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് ചുമക്കാൻ പോലുമുള്ള യോഗ്യത എനിക്ക് ഇല്ല, അവന് വലിയ ആളാണ്. ആ യേശു സ്നാനമേൽക്കാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വരുന്ന സമയം, പൊതുലോകത്തിന് മുമ്പാകെ പരസ്യമായി പ്രത്യക്ഷപ്പെടുന്ന സമയം, അതുവരെ യേശു വീട്ടിലൊക്കെ താമസിക്കുകയായിരുന്നു. 30 വയസ്സ് വരെയൊക്കെ വീട്ടിൽ താമസിച്ച് വീട്ടുകാരെയൊക്കെ നോക്കി അപ്പനെയും അമ്മയും സഹായിച്ച് ഒക്കെ ജീവിക്കുകയാണ്. 30 വയസ്സായപ്പോഴാണ് യേശു പൊതുലോകത്തിൽ പരസ്യമായി സേവനത്തിന് വന്നത്, ശുശ്രൂഷയ്ക്ക് വന്നത്. അപ്പം ആ യേശുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് യോഹന്നാൻ സ്നാപകൻ ലോകത്തിൽ വന്നത്. അതിനുവേണ്ടി വന്ന ആളാണ്, ദൈവം അയച്ച ആളാണ്. അപ്പം അദ്ദേഹം യേശുവിനെ പരിചയപ്പെടുത്തിയത് ആദ്യം സ്നാനമേൽക്കാൻ വരുന്ന കണ്ടപ്പോൾ പറഞ്ഞതാ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇങ്ങനെ പരിചയപ്പെടുത്തുക, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവില്ല. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ലോകത്തിൽ എത്ര മനുഷ്യർക്ക് മനസ്സിലാവും? പിടികിട്ടില്ല. എന്നാൽ അത് കേട്ട അന്നത്തെ ആളുകൾക്ക് മനസ്സിലാവുക. അതായത് അവരുടെ സമൂഹത്തിൽ, യഹൂദ സമുദായം, ഇസ്രയേൽ സമൂഹം, ആണ്ടിലൊരിക്കൽ ഒരു വലിയ പെരുന്നാളുണ്ടായിരുന്നു. അതവരുടെ ഏറ്റവും വലിയ പെരുന്നാളാണ്. ആ പെരുന്നാളിൽ അവരുടെ ഒരാണ്ടത്തെ പാപത്തിന് പരിഹാരം വരുത്തുന്ന പെരുന്നാളായിരുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലാണ് ഞാൻ ഇപ്പോഴത്തെ പറയാൻ പോകുന്ന സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ ദിവസം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അവർ ഒരാണ്ടി ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരം വരുത്താനുള്ള ദിവസമാണ് ആ ദിവസം. ആ തെറ്റിന് പരിഹാരം വരുത്താൻ ഉള്ള ആ ദിവസത്തിന് മഹാപാപ പരിഹാര ദിവസം എന്നാണ് പറഞ്ഞിരുന്നത്. മഹാപാപ, എല്ലാ പാപങ്ങൾക്കും പരിഹാരം വരുത്തുന്ന ദിവസം. ആ പരിഹാരം വരുത്തുന്ന ദിവസത്തിലെ പ്രധാന ചടങ്ങ് 2 ആടിനെ എടുക്കും. അതിൽ ഒരാടിനെ അവരുടെ ഒരാണ്ടത്തെ തെറ്റുകൾക്ക് പകരം, അവർക്ക് പകരം അറക്കും, പ്രായശ്ചിത്തമായി, പകരമായി. അപ്പം അവർ ചെയ്ത തെറ്റെല്ലാം അതിൻ്റെ മേൽ ചുമത്തി അതിനെ അറുത്ത് അത് അവർക്ക് പകരമായിട്ട് അർപ്പിക്കും. അർത്ഥം, ഞങ്ങളുടെ തെറ്റിന് പകരം ഈ ആടിനെ കൊന്നു, ഞങ്ങളുടെ മേൽ വരേണ്ട ശിക്ഷ ഈ ആടിൻ്റെ മേൽ ചുമത്തി. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് ദൈവത്തിൻ്റെ നിയമപ്രകാരം. അതൊന്ന്. രണ്ടാമതൊരാടിനെ കൊണ്ടുവന്നിട്ട് ഈ ജനത്തിൻ്റെ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് എൻ്റെ തലയിൽ ചുമത്തിയും വെച്ച് ഇതിനെ ഒരാൾ വശം മരുഭൂമിയിലേക്ക് അങ്ങ് പറഞ്ഞു വിടും, കൊടുത്തു വിടും. അവിടെ കൊണ്ട് മരുഭൂമി വിട്ടും വെച്ചിങ്ങ് പോരും. ആടിന് തനിയെ വരാൻ വഴി അറിയത്തില്ല, ഇയാൾ കൂട്ടിക്കൊണ്ട് വരത്തില്ല. ഈ ജനത്തിൻ്റെ പാപവും ചുമന്നുകൊണ്ട് ആ ആടങ്ങ് പോകും ദൂരെ, പിന്നെ തിരിച്ചു വരില്ല. 2 കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, ചെയ്ത തെറ്റിന് മോചനം കൊടുക്കാൻ ഒരാടെടുക്കപ്പെട്ടു. ചെയ്ത തെറ്റിന് മോചനം കൊടുക്കാൻ, ക്ഷമ കൊടുക്കാൻ. ദൈവം അതിനാൽ മനുഷ്യനോട് ക്ഷമിക്കും. രണ്ടാമത്തെ ആട് ആ പാപം കൊണ്ടങ്ങ് പോയി, ഇനി തിരിച്ചു വരില്ല, അതിൻ്റെ ഓർമ്മയുമായി തിരിച്ചു വരില്ല. ക്ഷമിച്ച ദൈവം ക്ഷമിച്ചിരിക്കുന്നു. അതിൻ്റെ മനോവേദനയിൽ, അതിൻ്റെ വിഷമത്തിൽ, ആകുലതയിൽ ജീവിക്കേണ്ട കാര്യം ഇല്ല. ആ ആട് ചൂണ്ടിക്കാണിച്ചത് അവരുടെ ഒരാണ്ടത്തെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള വഴിയാണ്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ദയ്യ ലോകത്തിൻ്റെ പാപം ചുമക്കാൻ വന്നതാണ്. മറ്റത് യഹൂദ ജാതിയുടെ ഒരാണ്ടത്തെ തെറ്റേ പരിഹരിക്കുകയുള്ളൂ, വേറൊരു ജാതിക്കും അത് പുണ്യം അവർക്കുണ്ടാവില്ല. എന്നാൽ ഇത് ലോകത്തിലെവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവരുടെ മുഴുവൻ പേരുടെയും തെറ്റ് ക്ഷമിക്കാനും അവരുടെ തെറ്റവരിൽ നിന്ന് അകറ്റി ദൂരെ കൊണ്ടുപോകാനും ഒരാളെ ദൈവം അയച്ചു, സ്വർഗത്തിൽ നിന്ന് അയച്ചു. ആ ആളാണ് ഈ പറയുന്ന യേശു. ആ ആടിനെ പോലെ പകരം, നമുക്ക് പകരമുള്ള ദൈവത്തിൻ്റെ
കുഞ്ഞാട്. ലോകത്തിന് പാപപരിഹാരം വരുത്താൻ വന്ന യേശു മരിക്കാൻ വന്നു എന്നാണ് പറഞ്ഞത്. അർത്ഥം അതാണ്. യേശു മരിക്കാനാണ് വന്നത്. താമസിയാതെ അത് പ്രായശ്ചിത്ത മരണം വരിക്കും. വെറും മരണമല്ല, നമുക്ക് പകരമുള്ള പ്രായശ്ചിത്ത മരണം വരിക്കും. അങ്ങനെയുള്ള ആ പ്രായശ്ചിത്ത മരണം വരിക്കാൻ വന്ന യേശുവിനെ അന്ന് പരിചയപ്പെടുത്തിയ വാക്കാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഏറ്റവും ഒടുവിൽ, പുസ്തകത്തിൻ്റെ ഒടുവിൽ അവസാനം വിളിച്ചു പറയുകയാണ്, ഇതാ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എന്തിന് യേശു ലോകത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ജനത്തിൻ്റെ പാപം പോക്കാൻ മാത്രമല്ല, പാപം പോക്കിയ ജനത്തെ ദൈവത്തിൻ്റെ അടുക്ക് കൊണ്ടുപോയി സ്ഥിരം ദൈവത്തിൻ്റെ കൂടെ താമസിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കാനാണ് യേശു ലോകത്തിൽ വന്നത്. മതസ്ഥാപനമല്ല യേശുക്രിസ്തുവിൻ്റെ ഉദ്ദേശം. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം ആട്ടി പുറത്താക്കി, പർദീസയിൽ നിന്ന് പുറത്തിറക്കി വിട്ടൊരു മനുഷ്യനില്ലേ പണ്ട്, ആ സൃഷ്ടിയുടെ വളരെ ആരംഭത്തിൽ ആ മനുഷ്യനെ ദൈവം ഇറക്കി വിട്ടിടത്ത്, ദൈവം അവനെ ആട്ടിപ്പുറത്താക്കിയിടത്ത് അവനെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോയി, പർദീസയിൽ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടി യേശു ഭൂമിയിൽ വന്നു. അതിന് മനുഷ്യരെ ഒരുക്കുന്നു. ആ ഒരുക്കിയ മനുഷ്യരെ തൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ യേശു മടങ്ങി വരുന്നു എന്നും അതിനൊരു കൂട്ടം ജനം ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ എന്ന് പറയുമ്പോൾ, ആ വാക്ക് അറിയാൻ മേലാത്ത മനുഷ്യരാരാണ്? കല്യാണം എന്ന വാക്ക് ലോകത്തിൽ എല്ലായിടത്തും കല്യാണമില്ലേ? എല്ലാ ജാതിയിലും ഭാഷയിലും കുലത്തിലും എല്ലാം കല്യാണമില്ലേ? ഇപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളൊത്തിരി പേര് കല്യാണം കഴിച്ചാണ്. ബാക്കി ഇനിയും ഒരുമാതിരി കൗമാരപ്രായം ആയവർക്കും കല്യാണമെന്ന ചിന്ത തലേ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കല്യാണം. കല്യാണം കളിയല്ലെന്നും കല്യാണം ഗൗരവമാണെന്നും എല്ലാവർക്കും അറിഞ്ഞൂടെ? ചാടിക്കയറി കല്യാണം കഴിക്കുമോ? ചാടിക്കയറി കല്യാണം കഴിച്ചാൽ പിന്നെ കുഴപ്പമുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. വളരെ സൂക്ഷിച്ചല്ലേ കല്യാണം കഴിക്കുകയുള്ളൂ. ഭൂമിയിലെ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കല്യാണം. സൂക്ഷിക്കാതെ കൈകാര്യം ചെയ്തപ്പോൾ ജീവിതം നരകമായിപ്പോകും. അതുകൊണ്ട് ഏറ്റവും സൂക്ഷിച്ച ആളുകൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കല്യാണം. കല്യാണം എന്ന് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ കല്യാണം കഴിച്ചവർക്കറിയാം, അല്ലാത്തവർക്കും ഏറെക്കുറെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അവനവന് ചേരുന്നവരെയല്ലേ കല്യാണം കഴിക്കുന്നത്. എല്ലാം കൊണ്ടും, ശരീരം കൊണ്ട് ചേരണം, പഠിത്തം കൊണ്ട് ചേരണം, പിന്നെ കുടുംബ പശ്ചാത്തലം കൊണ്ട് ചേരണം, സംസ്കാരം കൊണ്ട് ചേരണം, എല്ലാം ചേർന്നെങ്കിൽ കല്യാണം എന്ന കാര്യം ഗൗരവമായി ചിന്തിക്കുന്നവർ കല്യാണം കഴിക്കും. ചുമ്മാ വികാരത്തിന് കയറി കെട്ടുന്നവർ അല്ലാതൊക്കെ കെട്ടിക്കളയും. എന്നല്ലാതെ ജീവിതത്തിന് ഗൗരവമായി കരുതിയ ആളുകൾ കല്യാണം കഴിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിച്ച് തനിക്ക് ചേരുന്ന ആളെ കല്യാണം കഴിക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ യേശു കല്യാണം കഴിക്കുമെന്ന വാക്കിൻ്റെ അർത്ഥം പിന്നെ പറയാം. യേശുവും തനിക്ക് ചേരുന്നവരെ അല്ലേ കല്യാണം കഴിക്കുള്ളൂ. അല്ലാതെ കാണുന്ന എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. തനിക്ക് ചേരുന്നവരെ കല്യാണം കഴിക്കണം. എന്തായി കല്യാണം എന്ന് പറഞ്ഞാൽ? കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കല്യാണം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നു, അവർ പിന്നെ സ്വന്തമായിത്തീരുന്നു, അവർ ശാരീരിക ബന്ധമുണ്ട്, എല്ലാം കൊണ്ടും പിന്നെ അവരൊന്നാണ്. അതിനകത്ത് ശാരീരിക, വൈകാരിക, ലൈംഗിക ബന്ധങ്ങളെല്ലാം ഉണ്ട്. ഭൂമിയിലെ ഏറ്റവും അടുത്ത ബന്ധം ആ ബന്ധമാണ്. പിന്നെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അങ്ങനെയല്ലേ ഒരു സ്ത്രീ തൻ്റെ വീടും വിട്ട് വെച്ച് ഇറങ്ങി പോരില്ലേ പുരുഷൻ്റെ കൂടെ? പുരുഷനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെയും കൂടെ മാറി വേറെ താമസമാവുകയല്ലേ? കണ്ടില്ലേ? അത് അങ്ങനെയുള്ള ഒരു ബന്ധം. ആരെ വിടാനും ഒരു ബുദ്ധിമുട്ടുമില്ല ഈ ബന്ധത്തിൽ. അപ്പനെയും വിടും, അമ്മയും വിടും, ആരെയും വിടും. അപ്പം
അത്രയ്ക്ക് ആരെയും വിടാൻ പറ്റിയൊരു ബന്ധം എന്ന് തന്നെയല്ല, ഈ ബന്ധം ഭയങ്കര ദൃഢമാണ്, അടുപ്പമായിരിക്കണം. എല്ലാം അന്യോന്യം കൈകാര്യം ചെയ്ത് അന്യോന്യം കൊടുത്ത് അങ്ങനെ വേദപുസ്തകം പറഞ്ഞ വെച്ചാൽ ഒരു ദേഹമായി തീരും, ഒന്നായി തീരുന്നൊരു കാര്യം. അവർ തമ്മിൽ ഒരകലവും പാടില്ല, എപ്പോഴും ഒന്നിച്ച് ജീവിക്കണം, എല്ലാം അന്യോന്യം കൊടുക്കണം, സകലവും. അപ്പം അങ്ങനെ ജീവിക്കുന്ന ഒരു ബന്ധം, ഏറ്റവും അടുത്ത ബന്ധം, അത്ര ഇപ്പം പറയുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള വലിയ ബന്ധം പോലെ ദൈവം ക്രിസ്തു നിമിത്തം മനുഷ്യരെ അത്രയ്ക്ക് അടുപ്പിക്കുന്നു. അല്ല ദൈവം ഭയങ്കര ദൈവം, നമ്മൾ കുറേ ഭക്തന്മാർ ഭൂമിയിൽ എവിടെയോ ഇരുന്ന് പാട്ട് പാടുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന ബന്ധം അല്ല വാസ്തവത്തിൽ അതിനുള്ളത്. മതങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. മതങ്ങളിൽ അങ്ങ് ദൂരെ ഇരിക്കുന്നൊരു ദൈവം, താഴെ ഭൂമിയിൽ പാട്ടുപാടുന്ന, നമസ്കരിക്കുന്ന, യാഗമർപ്പിക്കുന്ന, പൂജയർപ്പിക്കുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ ഈ പുസ്തകം പറയുന്ന ദൈവിക ബന്ധം അത്തരത്തിലുള്ളൊരു ബന്ധമല്ല. അങ്ങനെയുള്ള പാട്ടുകൊണ്ടും ആരാധനകൾ കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടും അവസാനിക്കുന്ന ഒരു ബന്ധമല്ല. മൊത്തം തങ്ങളെ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി തന്നതുപോലെ നാം നമ്മെ തന്നെ മൊത്തം ദൈവത്തിന് അർപ്പിച്ച്, മനസ്സും ശരീരവും ആളത്വവും അല്ല, പലതുകൊണ്ടും നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട്. ഈ ദൈവത്തോടു കൂടെ ഈ വചനം പറയുന്നത് പോലെ പോകുന്നതിന് അനുകൂലിക്കാത്ത ഒരുപാട് മനുഷ്യർ ഭൂമിയിലുണ്ട്. ഈവൻ ക്രിസ്തീയ കൂട്ടങ്ങളിലുണ്ട്. ആളുകൾ പോയി സ്നാനമേറ്റ് ദൈവത്തിൻ്റെ കൂടെ പോകാൻ പോയാൽ ഭയങ്കര വിരോധവും എതിർപ്പും ഉണ്ടാക്കുന്ന സമൂഹമുണ്ട്. ഇങ്ങനെയുള്ള കൂട്ടത്തിന് പ്രസംഗം കേൾക്കാൻ പോയാൽ പള്ളി കേറ്റില്ല എന്ന് പറയുന്ന പട്ടക്കാരുണ്ട്. സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോയാൽ പല വീട്ടുകാരും ഇങ്ങനൊരുവൻ തൻ്റെ കുടുംബത്തിൽ നിന്ന് പോയാൽ ഇറങ്ങുപുറത്ത് മേലെ വീട്ടിൽ കയറണ്ടെന്ന് പറയുന്നവരുണ്ട്. ആണിനോട് പറയുന്നുണ്ട്, പെൺകുട്ടികളോട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈവൻ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ പോലും ഇങ്ങനെ തീരുമാനം ക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ എടുത്തപ്പോൾ പുറത്താക്കിയ പലരുമുണ്ട്. തൻ്റെ ഇടത്തോടെ നിന്ന് അപ്പനുപേക്ഷിച്ചാലും അമ്മ ഉപേക്ഷിച്ചാലും സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ കൂടെ, രക്ഷകനായ ക്രിസ്തുവിൻ്റെ കൂടെ ഞാൻ പോകും എന്ന് പറഞ്ഞ പെൺകുട്ടികളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്. ഭയം കൂടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരുണ്ട്. കാരണം അതിന് പ്രാപ്തിപ്പെടുത്തത്തക്കവണ്ണം ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന വലിയ 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 ആത്മീക പ്രക്രിയയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. അപ്പം അത്രയും പറഞ്ഞ ആ ഭാഗം ഞാൻ നിർത്തിവെച്ച്, അപ്പോൾ അയാൾ പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നുവെച്ചാൽ കല്യാണത്തിന് വേണ്ടി ഒരു പെൺകുട്ടി റെഡിയായിരിക്കുന്ന പോലെ. കല്യാണം ഉറച്ചാൽ പിന്നെ കല്യാണം നടക്കണമെന്നുള്ള കല്യാണ ചിന്ത വന്നാൽ പിന്നെ കല്യാണം ഉറയ്ക്കുന്നു, കല്യാണം പിന്നെ വരണം എന്നും പറഞ്ഞാൽ ദിവസം കാത്തിരിക്കുകയല്ലേ. അങ്ങനെയുള്ള ആകാംക്ഷയിൽ ജീവിക്കുന്ന മനുഷ്യർ. ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വാക്കുകൂടെ പറയണം, കാരണം ഈ പൊതുലോകം കൂടെ മനസ്സിലാക്കണമല്ലോ. കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ സാധാരണ എപ്പോഴും കല്യാണം നടത്താൻ പോകുന്ന ആളുകളാണ്. അപ്പം ഞങ്ങളുടെ സമൂഹത്തിനനുസരിച്ചാണെങ്കിൽ ഒരു കല്യാണം നടത്തി കൊടുക്കണമെങ്കിൽ ഞാൻ ചെന്ന ഉടനെ ഒരു പേപ്പർ ആവശ്യപ്പെടും. അത് ഇവരുടെ കല്യാണം ഉറച്ചു എന്ന് എഴുതുന്ന ഒരു രേഖയാണ്. അത് ഞങ്ങളുടെ മേളിലുള്ള ആഫീസിൽ നിന്ന് കൊടുക്കുന്ന രേഖയാണ്. അത് എൻ്റെ കയ്യിൽ തന്നെങ്കിലേ കല്യാണം നടത്താൻ പറ്റുള്ളൂ. കാരണം ഇത് കല്യാണം ഉറച്ചതാണെന്നോ ഇല്ലയോ ആർക്കറിയാം. ഒരു പെണ്ണും ചെറുക്കൂടെ വന്ന് കയറി കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് കെട്ടിച്ച് നാളെ പ്രശ്നത്തിൽ നിയമപ്രശ്നം ഉണ്ടായ അവസാനം എന്നെ കോടതി വിളിക്കും. അതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കല്യാണം എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഞങ്ങൾ പോവുള്ളൂ. നല്ലപോലെ ഉറപ്പുള്ള കാര്യത്തിന് കല്യാണം നടത്തി കൊടുക്കാനേ പോവുള്ളൂ. പുറത്തുനിന്ന് ഒരാൾ കല്യാണം നടത്താൻ വിളിച്ചാൽ പോകത്തില്ല. കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രസ്ഥാനത്തിലാണെങ്കിൽ പിന്നെ പാസ്റ്റർമാർ ഉത്തരവാദിത്വം എടുത്തോളൂ. അവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെ മാത്രമേ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എപ്പോഴും കല്യാണത്തിന് പോയ ആ ഒരു പേപ്പർ ചോദിക്കും, കല്യാണം ഉറച്ച പേപ്പർ. അത് മേളിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത പേപ്പർ കിട്ടിയെങ്കിൽ കല്യാണം നടത്തി കൊടുക്കുള്ളൂ. അപ്പോൾ കല്യാണം ഉറക്കണ്ടേ? കല്യാണം ഉറപ്പെന്ന് പറഞ്ഞാൽ അറിയില്ലേ? കല്യാണം ഉറപ്പെന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയില്ലേ? പെണ്ണും ചെറുക്കനും കൂടെ തമ്മി പാത്രം പറയുന്നൊരു കാര്യമല്ലല്ലോ. വീട്ടുകാരും നാട്ടുകാരൊക്കെ കൂടെ വിളിച്ചിരുത്തിയും വെച്ച് ഫൈനലി പറയുന്ന വാക്കാണ്, ഇനിയും വേറെ ചെറുക്കനെ നോക്കി നടക്കുകയില്ല, ഈ ചെറുക്കനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. അതല്ല കല്യാണം ഉറപ്പെന്ന് പറയുന്നത്. ചെറുക്കനും പറയുന്നത് ഇനിയും വേറെ പെൺപിള്ളേരെ നോക്കി നടക്കില്ല, ഇത് ഫൈനൽ, ഇവളെ തന്നെ കെട്ടും.
എന്ന് പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വന്ന സാക്ഷികളും കേക്കെ പറഞ്ഞ് ഉറപ്പിക്കുന്നതല്ലേ കല്യാണം ഉറപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ആലോചിച്ച് നടക്കുന്ന മനുഷ്യരുണ്ടോ? ഉണ്ടെങ്കിൽ അവനെന്തോ കുഴപ്പമുണ്ട്. റൈറ്റ്. അപ്പോൾ ആ ഫൈനൽ വാക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് പറയുന്നത്. ഇഷ്ടപ്പെട്ടതിന് ശേഷം പറയുന്നു യെസ് ഇഷ്ടപ്പെട്ടു, നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറയുന്നത് പോലെ ആ മണവാളൻ്റെ ഗുണം പറയാനാണ് ഞങ്ങൾ ഈ സുവിശേഷ പ്രസംഗം വെക്കുന്നത്. ഞങ്ങളുടെ തൊഴിലിതാണ് ഈ മണവാളൻ്റെ ഗുണം പറയുക, ഈ മണവാളൻ ആരാണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്താണെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീടെന്താണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ വലിപ്പം എന്താണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ പണം എന്താണെന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാനങ്ങൾ മഹിമകൾ എന്താണെന്ന് പറയുക. എല്ലാമൊന്നും വിശദീകരിക്കാനുള്ള കഴിവിൽ അഖിലാണ്ടത്തിലൊരുത്തനുമില്ല. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് വിശദീകരിച്ചാലും വിശദീകരിക്കാൻ പറ്റാത്ത ഒരുത്തനാണ് അവിടുന്ന്. പഴയ നിയമത്തിലെ ഒരു വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ 10,000-ങ്ങളിൽ അതിസുന്ദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയ്ക്ക് ഞാൻ പറയുകയാണ്, 10,000 പേരുടെ സൗന്ദര്യം ഒന്നിച്ചിട്ടാലും അവിടുത്തെ സൗന്ദര്യം പോലെ വരാതെ വണ്ണം അത്ര അത്യുന്നതനായ പരമകോമളനായ ഒരുവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം എന്ന് പറഞ്ഞാൽ ഉവന്നുള്ളവൻ, ഇനി ഒരിക്കലും മരിച്ചവസാനിക്കുന്നവനല്ല, മരണത്തെ ജയിച്ചവൻ, രാജാധിരാജാവ്, കർത്താതി കർത്താവ്, സകലത്തിൻ്റെയും മീതെയുള്ളവൻ, ജീവന്റെ ഉടമസ്ഥൻ, ഏത് ജനത്തെയും പുലർത്താൻ കഴിവുള്ളവൻ, നിത്യരാജാവ്, നിത്യദൈവം. അങ്ങനെ ഒരുവൻ നമുക്ക് സ്വന്തമായി ഭർത്താവായി തീരാൻ തയ്യാറായിരിക്കുന്നു എന്ന വർത്തമാനം ലോകം അറിയണ്ടേ? അങ്ങനെ നല്ല ഒരാളുണ്ടെന്ന്, നല്ല ദൈവമുണ്ടെന്ന്, നല്ല രക്ഷകനുണ്ടെന്ന്, നമ്മെ കൊണ്ടുപോയി വീട്ടിൽ താമസിപ്പിക്കാൻ പോകുന്നുവെന്ന്, ആ വീടിൻ്റെ വലിപ്പം, അതിൻ്റെ വിശദീകരണം, ഇതെല്ലാം ഒന്ന് അറിയണ്ടേ? അപ്പം ഞാൻ പറയാണ്, ആ മണവാളനെ വിശദീകരിക്കാനാണ് സുവിശേഷ പ്രസംഗം. അതുകൊണ്ട് കൂടുതൽ സമയവും ഞാൻ ഈ മണവാളിനെക്കുറിച്ചും ഈ കല്യാണക്കാരിയും ഈ വിഷയമല്ല എപ്പോഴും പ്രസംഗിക്കുന്നത്, എന്നാലും ഈ മണവാളനെക്കുറിച്ചും അവിടുത്തെ രാജ്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതാണ് കൂടുതലും എൻ്റെ പ്രസംഗം. എൻ്റെ പ്രസംഗം കൂടുതലും യേശുവിനെ കുറിച്ചാണ്. അപ്പം അങ്ങനെ ആ യേശു കല്യാണം കഴിക്കാൻ പോകുന്നത്. ആരെ കല്യാണം കഴിക്കും? അതാണ് പറയുന്നത്, തനിക്ക് ചേരുന്നതിനെ കല്യാണം കഴിക്കും, വാക്ക് പറഞ്ഞവരെ കല്യാണം കഴിക്കും. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഞാൻ വേഗം ചില വാക്കുകൾ പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാനങ്ങ് പറയുന്നതാണ്, പുസ്തകം എടുത്ത് തുറന്നു നോക്കണം. അല്ലാതെ ഞാൻ തന്നെ പറയുന്നു എന്നും പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നതെന്ന് ധരിക്കണ്ട. വാക്യം പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് നോക്കണം. ഏറെക്കുറെ കൃത്യമായിട്ടായിരിക്കും വാക്യം പറയുന്നത്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടറിയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ചെറുക്കൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മനുഷ്യരോട് ചോദിക്കുകയാണ് ഞങ്ങളുടെ ജോലി. ഈ പുരുഷനുമായി കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അത്രയും വലിയ അടുപ്പത്തിൽ, ശാരീരിക അർത്ഥം ഇല്ലതിന്, ലൈംഗിക അർത്ഥം ഇല്ലതിന്, ആ വലിയ മാർമികമായ ഏറ്റവും അടുത്ത ബന്ധം, ആ ബന്ധത്തിന് ഇഷ്ടമാണോ? ഇത്രയും നല്ലൊരാളിൻ്റെ കൂടെ പോകാൻ ഇഷ്ടമാണോ എന്ന് വിശദീകരിച്ചാൽ കാര്യം തിരിച്ചറിയുന്ന ആളുകൾ പറയും ഇഷ്ടമാണെന്ന് പറയും. ആ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടൊരു വാക്ക് പറയിക്കും, ഇഷ്ടമാണെന്ന് പറയിക്കും, ഒരു വാക്ക് പ്രാർത്ഥിപ്പിക്കും, അപ്പോൾ കല്യാണം ഉറച്ചു. അങ്ങനെ ആരെല്ലാം ചെയ്തോ അവർ യേശുവുമായി കല്യാണം ഉറച്ചു. അങ്ങനെ പറഞ്ഞ കുറേ പേരെല്ലാം തിരിപ്പില്ലേ? ഇല്ലേ? യേശുവുമായിട്ട് അങ്ങേ എനിക്കിഷ്ടമാണ്, അങ്ങയുടെ കൂടെ വരുന്നു എന്ന് തീർത്ത് വാക്ക് പറഞ്ഞ എന്ന് ഉറപ്പുള്ള നിങ്ങൾ എത്ര പേരുണ്ട്? അങ്ങനെ കല്യാണം ഉറച്ച് നിങ്ങൾ എത്ര പേരുണ്ട്? ആണും പെണ്ണും എല്ലാം ഉണ്ട് ഇതിനകത്ത്. കമാൻ, കൈപ്പൊക്കത്തെങ്കിൽ ചൂന് കൈപ്പൊക്കും. യേശുവിൻ്റെ കൂടെ കല്യാണം കഴിക്കുന്നതെന്നല്ല അന്തസ്സുള്ളതാണെന്നറിയണം. എല്ലാവരും പാവപ്പെട്ട ചെറുക്കൻ്റെ കൂടെ പോകുന്നതൊന്നുമല്ല, ഭയങ്കര കൂടിയ ചെറുക്കൻ്റെ കൂടെ പോകുന്നതാണ്.
ആ കൈയൊന്ന് നല്ല പോലെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. റൈറ്റ്. അപ്പം കല്യാണം ഉറച്ചു. ആ കല്യാണം ഉറച്ച ആളുകൾക്കാണ് ഈ പോക്ക്. പക്ഷെ ഒരു കാര്യം, ഏകാഗ്രതയും നിർമ്മലതയും വേണം. എന്ന് പറഞ്ഞാൽ ആ ചെറുക്കനെ തന്നെ ഇഷ്ടപ്പെടണം. അതിനിടയ്ക്ക് പിന്നെ അതും കണ്ട് ഇതും കണ്ട് ലോകവും കണ്ട് അതിൻ്റെ മോഹവും കണ്ട് ഇവിടുത്തെ ചരക്കുകളും കണ്ട് സിനിമയും കണ്ട് അതും കണ്ട് പോയിരുന്നാൽ ചെറുക്കൻ ഇഷ്ടപ്പെടില്ല. ആ ചെറുക്കൻ പ്രത്യേക സ്വഭാവക്കാരനാണ്, നല്ല സ്വഭാവമാണ്. അപ്പോൾ നല്ല സ്വഭാവത്തിന് ചേരുന്ന പെണ്ണിനെ വേണം. അപ്പോൾ അതിന് വിപരീതമായി ജീവിക്കുന്നെങ്കിൽ എല്ലാം കാണുന്ന ചെറുക്കനാണിത്. ഈ ചെറുക്കനെ ഒളിച്ചൂര് പണിയും നടക്കുകയില്ല. ഇരുന്നാലും ചെറുക്കൻ കാണും, നടന്നാലും കാണും, കിടന്നാലും കാണും, ഇവിടെ വെച്ചും കാണും, ആ ഇരുട്ടുപുറി കയറിയാലും കാണും, ഇവിടെ എല്ലാവരും കാണും. എന്നാൽ ഇനിയും അക്കരെ രാജ്യത്ത്, കടലിനക്കരെ ഒരു രാജ്യത്ത് പോയി ആരും ഇല്ലാത്ത, നമ്മളെ അറിയാൻ മേലാത്തടത്തിരിക്കാന്ന് വെച്ചാൽ അവിടെയും കാണും. തലമണ്ടയ്ക്കകത്തൊരു ചിന്ത വന്നാൽ ആ ചിന്തയും കാണുന്നു. അടിമുടി സകലവും പരിശോധിക്കുന്ന ഒരു ചെറുക്കൻ. അപ്പം ആ ചെറുക്കനെ പരിശോധിച്ചിരിക്കുകയാണ്. ആ ഏകാഗ്രതയിലാണോ പോകുന്നത്? സിംഗിൾ ഹാർട്ടഡ്, സ്നേഹമെങ്ങും വിഭജിച്ചു കൊടുത്തിട്ടില്ലേ? നിർമ്മലമാണോ എന്ന് പറഞ്ഞാൽ താന്തോന്നിയായിട്ട് ജീവിക്കുന്നൊരു പെണ്ണിനെ കെട്ടാൻ ഭൂമിയിൽ ഏതെങ്കിലും പുരുഷൻ തയ്യാറാവുമോ? ഇല്ലല്ലോ. മാനം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണിനെയല്ലേ കെട്ടുള്ളൂ. കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ? അത് വളരെ പാവന ബന്ധമല്ലേ? സ്നേഹം അല്പം കുറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. ആ ആ ആ സിംഗിൾ ഹാർട്ടഡ്, ഏകാഗ്രതയോടെ സ്നേഹം. കല്യാണത്തിലെ സ്നേഹം എന്ന് പറഞ്ഞാൽ അയ്യോ എൻ്റെ പൊന്നെ മതി, അങ്ങ് സ്നേഹം കൂടിപ്പോയി എന്ന് പറയുന്നൊരു സ്ഥിതി ലോകത്തിലെവിടെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞോ മതി മതി മതി, ഇത്രയും സ്നേഹം മതി, അങ്ങ് വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടോ? കൊടുത്താലും തികയുമോ? പിന്നെ സ്നേഹം വേണം സ്നേഹം വേണം സ്നേഹം വേണം പറഞ്ഞിരിക്കുന്നതല്ലേ ഭൂമിയിൽ. കല്യാണം എന്ന് പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും അങ്ങനല്ലേ? അപ്പം അങ്ങനെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. അങ്ങനെ അല്ലാതെ വളരെ ഭക്തിയോടെ ജീവിക്കുന്ന സംഘത്തിൻ്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ എടുത്തു പറയാൻ ഇന്നെനിക്ക് നിയോഗമുള്ള ചില വചനം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ നിയമമുണ്ട്, വലിയ നിയമം. ആ നിയമം ലേവ്യ പുസ്തകത്തിൽ ദൈവത്തിന് സേവ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള നിയമങ്ങളാണ്. അതിൻ്റെ 16 മുതൽ 21 അധ്യായം, ലേവ്യപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ലേ, 21 അധ്യായം. അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ദൈവത്തിന് സേവ ചെയ്യാൻ വരുന്ന മനുഷ്യർ, പുരോഹിതന്മാർ, പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അവരെങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുന്ന ഭാഗമാണ്. ഒന്ന് വായിച്ചേക്കാവോ? യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ അഹരോനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ സന്തതിയിൽ അംഗഹീനനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിപ്പാൻ ഒരിക്കലും അടുത്തു വരരുത്. ആ കുലത്തിലുള്ളവർ മാത്രമേ ദൈവത്തിന്റെ സേവയ്ക്ക് വരാൻ പാടുള്ളൂ, വേറെ ആരും വന്നുകൂടാ. അന്നത്തെ നിയമമാണ്. പക്ഷെ ആ കുലത്തിൽപ്പെട്ട എല്ലാവരും കയറി വരരുതെന്ന് വാദിച്ചോളൂ. അംഗഹീനനായവൻ വരരുത്. പിന്നെ അംഗഹീനനായ യാതൊരുത്തനും അടുത്തു വരരുത്. കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരും അരുത്. അപ്പോൾ ഒരു വൈകല്യമുള്ളവർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൂടാണ്. പഴയ നിയമത്തിൻ്റെ നിയമമാണ്. ഒരു കയ്യിൽ 5 വിരലിന് പകരം 6 വിരലുണ്ടെങ്കിൽ ഒക്കില്ല. 4.75 ഉള്ളെങ്കിലും പറ്റില്ല. ചൊറി പിടിച്ചു പോയാൽ പറ്റില്ല. മൂക്കിച്ചിട്ട് പതുങ്ങിയാൽ പറ്റില്ല. കണ്ടിച്ചിരി കൂടിയതാണെങ്കിൽ പറ്റില്ല. പെർഫെക്റ്റ്. നമ്മൾ ഇന്ന് പറയാനുള്ള വാക്കിനോട് പറഞ്ഞതാണ് പെർഫെക്റ്റ്. കുറവുള്ളതിനെ ദൈവം പഴയ നിയമത്തിൽ തൻ്റെ ശുശ്രൂഷയ്ക്ക് എടുക്കില്ലായിരുന്നു. അവരാരും ഒരു ശുശ്രൂഷയും ചെയ്യാൻ പാടില്ല.
ദൈവത്തിന് ആരെ വേണം? നല്ല ആരോഗ്യമുള്ളവരെ വേണം. ശരീരത്തിൽ പുഷ്ടിയുള്ളതിനെ വേണം. ഈവൻ പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ ആദ്യജാതനെയാണ് ദൈവത്തിന് വേണ്ടിയത്. അല്ലാതെ വയസ്സ് എന്ന കാലത്തൊരു ചെറുക്കനുണ്ടായി, ആ ചെറുക്കനെ അല്ല കൊടുക്കേണ്ടത്. നല്ല ആരോഗ്യമുള്ള കാലത്ത് സന്തതിയെ കൊടുക്കണം. അതിൽ ഒരു വൈകല്യവും ഇല്ലാത്തവരെ ദൈവത്തിന് കൊടുക്കണം. അല്ല, ദൈവത്തിന് പഴയ നിയമത്തിൽ യാഗമർപ്പിക്കുന്ന നിയമം അറിയാമോ? ഊനമുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞതുപോലെ കുറവുള്ള ഒരു മൃഗത്തെയോ പക്ഷിയെയോ ദൈവത്തിന് യാഗമർപ്പിക്കാൻ പാടില്ല. യാഗമർപ്പിക്കാൻ വേണ്ടി പിടിച്ച് അറുത്ത് തോലുരിച്ച് നോക്കുമ്പോൾ അതിനകത്ത് സ്വല്പം കേട് കണ്ടാൽ, മാംസത്തിൽ കേട് കണ്ടാൽ പിന്നെ അതിനെ അർപ്പിക്കാൻ പാടില്ല. ജീസസ് അങ്ങനെ പൂർണ്ണതയുള്ള ഒരു സംഘം, ഒരു യാഗവും ഒരു ജനവുമാണ് ദൈവത്തിൻ്റെ ജനമെന്ന് വേദപുസ്തകം ആദിയോടന്തം ഉറപ്പിച്ചു പറയുന്നു, ആവർത്തിച്ച് പറയുന്നു. ഒരു വൈകല്യവും ഇല്ലാത്ത ഒരു സംഘത്തെ ദൈവത്തിന് വേണം. നമ്മുടെ ജീവിതം വൈകല്യമുള്ളതായിരുന്നു, നമുക്ക് തോൽവി ഉണ്ടായിരുന്നു, നമുക്ക് കുറവുണ്ടായിരുന്നു, നമ്മിൽ പാപമുണ്ടായിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി, സകല കുറവും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായ രക്തമാണ്. ആ രക്തത്തിൻ്റെ അടുക്കൽ ചെന്ന് പാപം എത്ര കടുംചുവപ്പായാലും എന്ന് പറഞ്ഞാൽ ഭീകരമാണെങ്കിലും പൊറുക്കാൻ മേലാത്തതാണെങ്കിലും ക്രൂശിൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിമിത്തം, പ്രായശ്ചിത്ത മരണം നിമിത്തം ആർക്കും ക്ഷമ കിട്ടും, ആർക്കും മോചനം കിട്ടും. അങ്ങനെ മോചിക്കപ്പെട്ടവൻ പിന്നെ ആ പാപത്തിൽ കിടക്കേണ്ടവനല്ല, അതിൽ പിന്നെയും വീണു പോകേണ്ടവനല്ല. സോറി കർത്താവേ എന്ന് പറഞ്ഞ് ദിവസം പ്രതി സോറി എന്നും പറഞ്ഞ് ഒരേ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുവാനല്ല. പാപത്തിൽ നിന്ന് ക്ഷമ കിട്ടിയെന്ന് മാത്രമല്ല, പാപത്തിൻ്റെ ശക്തിയെയും പാപത്തിൻ്റെ വേരിനെയും ഇതിനകത്ത് നിന്ന് പറിച്ചെറിഞ്ഞ് ഇതിനെ ശുദ്ധമാക്കുന്ന അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുണ്ട്. അതിന് പറയുന്ന പേര് വിശുദ്ധീകരണം എന്നാണ്. നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം, അവിടുത്തെ വചനത്തിൻ്റെ ആധിപത്യം, ഇത് ഉള്ളത്തിലൊക്കെ ഇറങ്ങിയാൽ മേലാൽ എനിക്ക് പാപം വേണ്ട എന്ന് തീരുമാനിച്ച്, നമ്മുടെ തീരുമാനം മാത്രമല്ല അതിനെ ആധിപത്യത്തെ ദൈവം ഇല്ലായ്മ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃക്ഷത്തിന്റെ വേര് പിഴുതു കളയുന്നത് പോലെ, ഒരു ചെടിയുടെ വേര് പിഴുതു കളയുന്നത് പോലെ പാപത്തിന്റെ ഇച്ഛകളുടെയും ആഗ്രഹങ്ങളുടെയും ഉള്ളിലെ വേര് പിഴുതു കളഞ്ഞ് സ്വതന്ത്രമാക്കുന്ന ഒരു പൂർണ്ണതപ്പെടുന്ന ജനം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ വിശദീകരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. 2 കൊരിന്ത്യർ 6:14 മുതലുള്ള വാക്യങ്ങളാണ്. ഒന്ന് വായിച്ചേക്കാവോ? നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. വിശ്വാസികളോട് പറയാണ്, അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഈ അനുഭവം പ്രാപിച്ചിട്ടില്ലാത്ത ആരോടും മിണ്ടരുതെന്നല്ല, അവരുടെ കടയിൽ പോയി സാധനം വാങ്ങിക്കരുതെന്നല്ല, അരുതാത്ത ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കരുത്, കല്യാണ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കരുത്, അമിതമായ കൂട്ടുകെട്ടുകളിലേക്ക് പ്രവേശിക്കരുത്. പിന്നെ നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോരു ചേർച്ച. കുറെ സാമ്യം പറയാണ്. നീതിയും അധർമ്മവും തമ്മിൽ പൊരുത്തമില്ലല്ലോ, വൈപരീത്യത്തിലല്ലേ. അടുത്ത് വെളിച്ചത്തിന് ഇരുളോട് എന്തോരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ എന്ന് പറഞ്ഞാൽ ദൈവം ഇന്ന് താമസിക്കുന്ന മനുഷ്യരുടെ അകത്താണ്, ഈ ശരീരത്തിനകത്താണ്. ദൈവത്തെ ഇന്നൊരു പള്ളിയിൽ കുടിയിരുത്താൻ പറ്റില്ല. ഇവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ദൈവത്തെ കുടിയിരുത്തിയിട്ടില്ല. ഒരു പള്ളിയിലും ദൈവത്തെ കുടിയിരുത്താൻ പറ്റില്ല, ഒരു പള്ളിയിലും. ജീവനുള്ള സത്യദൈവം അങ്ങനെ ഒരു പള്ളിയിൽ കുടിയിരിപ്പില്ല.
പഴയ നിയമത്തിലുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ അത് നിർത്തിയിട്ട് അതിന് പകരം ദൈവം ശുദ്ധീകരിച്ച മനുഷ്യരുടെ അകത്ത് കയറി താമസം തുടങ്ങി. പണ്ടത്തെ പള്ളിയിൽ താമസിച്ച പോലെ ഇന്ന് ഇതിനകത്ത് ദൈവം താമസിക്കും. സമ്മതിച്ചു കൊടുത്താൽ നിങ്ങളുടെ ചരക്കെല്ലാം കൂടി ഇതിനകത്ത് കുത്തി നിറച്ച് ദൈവത്തെയും കൂടെ താമസിപ്പിക്കാൻ പറ്റുന്നതല്ല. പഴയ നിയമ ദേവാലയം ദൈവത്തിൻ്റെ മാത്രമായിരുന്നു, ദൈവത്തിന് വിശുദ്ധമായിരുന്നു. അല്ലാത്തൊരൊറ്റ കാര്യം ആ കോമ്പൗണ്ടിൽ പറ്റില്ലായിരുന്നു. അതുപോലെ ഈ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ഇതിൻ്റെ ശരീരമാകട്ടെ, ഇതിൻ്റെ മനസ്സാകട്ടെ, ഇതിൻ്റെ ആത്മാവാകട്ടെ, ഇത് മുഴുവനും ദൈവത്തിന് വിശുദ്ധീകരിച്ചു കൊടുത്ത മനുഷ്യരുടെ അകത്ത് ദൈവം കയറി താമസിച്ച് ശുദ്ധീകരിച്ച് ഒരുക്കി ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിച്ച് നിർത്തുന്ന സംഘത്തെയാണ് യേശു തൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ജനം അറിഞ്ഞിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഒടുവിലത്തെ കുറേ വാക്യങ്ങൾ പിന്നെയും പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചോളീൻ. ബാക്കി ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, വ്യാഖ്യാനിക്കാൻ നേരമില്ല. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി. അകത്തും പുറത്തും, ഈ ശരീരത്തിനകത്തും പാടില്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ്റെ അകത്തും പാടില്ല, ഒരു കന്മഷവും പാടില്ല. സകല കന്മഷവും പോക്കി തങ്ങളെ തന്നെ വെടിപ്പാക്കി. ബാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. ആദ്യം ഞാൻ പറഞ്ഞ വാക്ക് പെർഫെക്റ്റിംഗ് ഹോളിനെസ്. വിശുദ്ധി പൂർണ്ണതപ്പെടുത്തുന്ന ഒരു കൂട്ടം ജനത്തെയാണ് അവിടെ കൊണ്ടുപോകുന്നത്. പാപം വെറുത്തവർ, ലോകം വെറുത്തവർ, ജഡം വെറുത്തവർ, തിന്മ വെറുത്തവർ, പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും വിട്ടുപോന്നവർ, അതുമായി കൂട്ടുകെട്ടില്ലാത്തവർ, അതുമായി ബന്ധമില്ലാത്ത ഒരു സംഘത്തെ ഭൂമിയിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ ഒരു സംഘത്തെ എല്ലാവരെയും കൂടെ വാരിക്കൂട്ടി കൊണ്ടുപോകുന്ന സ്ഥലമല്ല സ്വർഗം എന്നറിയണം. എന്താണ് യേശു പറഞ്ഞത്? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇതിലേക്ക് ജീവങ്കലേക്ക് പോകുന്ന ഈ വാതിൽ ഇടുക്കമാണ്, വഴി ഞെരുക്കമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കണം. അതും വേണം, ഇതും വേണം, ലോകവും വേണം, ജഡവും വേണം, ദൈവവും വേണം എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെയും കൂടെ ആത്മീയം കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നവർക്ക് കയറാൻ പറ്റിയ വഴിയല്ലത്. വഴി ഇടുക്കമാണ്, വാതിലെടുക്കമാണ്, വഴി ഞെരുക്കമാണ്. സൂക്ഷിച്ച് പോകാൻ പറ്റിയവർക്ക് മാത്രമേ പറ്റുള്ളൂ. അല്ലെ സൈഡിൽ മുടുവേലി 2 വശത്ത് ഇട്ടിരിക്കുന്ന പോലെ. അപ്പം അത്രയ്ക്ക് സൂക്ഷിച്ച് പോകാൻ തയ്യാറുള്ളവരൊക്കെ പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇതിനകത്ത് പോകാൻ പറ്റില്ല. അതിനെക്കൊണ്ട് തീരുമാനിച്ചവർ മാത്രം പോയാൽ മതി എന്നാണ് പറഞ്ഞത്. എന്ന് തന്നെയല്ല, യേശു താഴോട്ട് പറഞ്ഞ് മത്തായി സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യത്തിൽ അന്നത്തെ ദിവസം യേശു വരുമ്പോൾ ഉള്ള സാദൃശ്യം പറയാൻ ഒരു കൂട്ടർ എന്ന് പറയും, കർത്താവ് എന്നെ കൂടെ കൊണ്ടുപോകണം. ഞാൻ നാട്ടിലെല്ലാം പ്രസംഗിച്ച് നടന്നതാണ്, ഞാൻ പ്രവചിച്ചതാണ്, രോഗികളെ സൗഖ്യമാക്കിയതാണ്, നിന്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അപ്പം കർത്താവ് പറയും, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം പാസ്റ്റർമാരും കുറേ പേര് പോകത്തില്ല, പ്രവാചകന്മാർ പോലും കുറേ പേര് പോവില്ല, വലിയ വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്തവരും പോവില്ല. എന്തുകൊണ്ട് പോവില്ല? അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അതിന് തക്കോണം ഒരുക്കമില്ലായിരുന്നു. ഇതൊരു തൊഴിലായി, ഇതൊരു ചടങ്ങായി. ഇത് പാലിച്ചവർക്ക് പോലും, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആത്മീയ നേതൃത്വം എന്ന് പറയുന്നവർക്ക് പോലും അതിൻ്റെ പേരിൽ പ്രവേശനം കൊടുക്കുന്നൊരു സ്ഥലമല്ല ഈ സ്ഥലം.
പകരം ജീവിതം നോക്കി, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലവും നോക്കി, വാക്കു നോക്കി, ചിന്ത നോക്കി, വിചാരം നോക്കി, വികാരം നോക്കി. ഈവൻ യേശു പുതിയ നിയമത്തിൽ പറഞ്ഞു, തൻ്റെ ഭാര്യയല്ലാത്ത ഒരുത്തിയെ മോഹത്തോടെ നോക്കിയാൽ അത് വ്യഭിചാരമായി കഴിഞ്ഞു. ഒരു വ്യഭിചാരിയും സ്വർഗരാജ്യത്തിൽ പോവില്ല. അങ്ങനെ മോഹമുണ്ടായാൽ അവർക്ക് സ്വർഗരാജ്യം ഉണ്ടാവില്ല എന്ന്. ശാരീരികമായ ലൈംഗിക പാപം മാത്രമല്ല, ഇന്നത്തെ ലോകത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞാൽ, ഇന്നത്തെ ലോകത്തിലെ ഇൻ്റർനെറ്റിൽ കയറി ലൈംഗിക കാര്യങ്ങൾ കാണുകയും അങ്ങനെ പടങ്ങൾ കാണുകയും ചാറ്റ് ചെയ്യുകയും അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരാൾക്കും സ്വർഗരാജ്യ പ്രവേശനം ഉണ്ടാവില്ല. ഇതെല്ലാം മുറിക്കകത്ത് കയറി രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് കുറേ പേർക്ക് അറിയാമല്ലോ. വേറെ ആരും കാണില്ല, ഭക്തരായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് മുഴുവൻ കാണുന്ന ഒരു കണ്ണുണ്ട്. വിശുദ്ധമായി തൻ്റെ ജീവിതത്തെ കാത്ത് തൻ്റെ മൊബൈൽ ഫോൺ വിശുദ്ധമായി ഉപയോഗിക്കുന്നവർ, തൻ്റെ ഐപാഡും ടാബ്ലറ്റും വിശുദ്ധമായി ഉപയോഗിക്കുന്നവർ, തൻ്റെ ഇൻ്റർനെറ്റ് വിശുദ്ധമായി ഉപയോഗിക്കുന്നവർ, തൻ്റെ കമ്പ്യൂട്ടർ വിശുദ്ധമായി കാക്കുന്നവർ, തൻ്റെ ടി വിക്കകത്ത് വിശുദ്ധിയുള്ള കാര്യം മാത്രം വരുന്നവർ, തൻ്റെ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ, പടങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധിയുള്ളത് മാത്രമുള്ള ഒരു സംഘത്തിന് മാത്രമുള്ളതാണ് സ്വർഗരാജ്യ പ്രവേശനം. അല്ലാതെ പള്ളി വന്നു, പാട്ടുപാടി, യോഗത്തിന് പാടി, നമ്മൾ കൊയറിലും ഉണ്ട് എന്നൊന്നും പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ പോവില്ല. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ദൂത് അവസാനിപ്പിക്കും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വീട്ടിൽ പോയി വിശദമായിട്ട് വായിച്ചെടുക്കണം. സമയമെടുത്ത് ദിവസങ്ങളെടുത്ത് വായിച്ചു നോക്കണം. ഓരോ സഭയിലും ക്രിസ്തു കയറി വന്നു. അന്നത്തെ 7 സഭയിൽ ഓരോന്നിലും കയറി വന്നിട്ട് അടിമുടി പരിശോധിച്ചിട്ട് ഒരു തെറ്റേ ഉള്ളെങ്കിലും ചൂണ്ടിക്കാണിച്ചു. ഒറ്റ തെറ്റേ ഉള്ളെങ്കിലും, വലിയ ഗൗരവമായ തെറ്റെന്നൊന്നും ആളുകൾക്ക് തോന്നാത്തതും ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, മനസ്സാന്തരപ്പെട്ടോണം. അതാണ് വാക്ക്, മനസ്സാന്തരപ്പെട്ടോണം. ദൈവസഭയെ പരിശോധിക്കുന്ന ഒരു കണ്ണുണ്ട്. ദൈവസഭയെ ശോധന ചെയ്യുന്ന ഒരുത്തൻ ദൈവസഭയിൽ നിൽക്കുന്നു. ഇതിനകത്ത് ഓരോ കാര്യത്തെയും വിലയിരുത്തുന്നവൻ, ഞാൻ എടുത്തു പറയുന്നു, അന്തരംഗം ശരിയാണോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നവൻ. ഒരു കഷ്ടതയും ബുദ്ധിമുട്ടും വന്നാൽ ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരാണോ എന്ന് ദൈവം നോക്കുന്നു. അങ്ങനെയല്ലേ കുറേ ആളുകൾ പ്രയാസം വന്നിടനെ ദൈവത്തെ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് നിൽക്കുന്നവർ, കുറേ ദിവസം യോഗത്തിന് പോകാത്തവർ, കുറേ ദിവസം പ്രാർത്ഥിക്കാത്തവർ. നിങ്ങളെ യേശുവിൻ്റെ കൂടെ കൊണ്ടുപോകാൻ കൊള്ളില്ല. ഒരു പുരുഷന് കഷ്ടം വന്നാൽ ആ കഷ്ടത്തിൻ്റെ കാലത്ത് കൂടെ നിൽക്കാൻ പറ്റില്ല എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പിന്നെ സുഖം വരുമ്പോൾ അവളെ കൊണ്ടുപോയി കൂടെ താമസിപ്പിക്കാൻ കൊള്ളാമോ? അന്തസ്സുള്ളവൻ ചെയ്യില്ല. യേശുവിൻ്റെ കൂടെ പോകുന്നതിന് കഷ്ടമുണ്ട്. എന്നാൽ ആ കഷ്ടത്തിൽ സഹായം തരാൻ കഴിവുള്ള ഒരുത്തൻ, തനിയെ ഇട്ടിട്ട് പോകുന്നവനല്ല. ഏത് കഷ്ടമാണെങ്കിലും ഞാൻ ഇതാ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞവൻ അല്ല. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു ചോദിക്കട്ടെ, വല്ലാത്ത ശോധനകളുടെ കാലത്തൂടെ പോയ ആളുകൾ ഇതിനകത്തിരിപ്പില്ലേ? ആ ശോധനകൾ സ്വല്പകാലം നീണ്ടു നിന്നപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തളർന്നോ, നിങ്ങൾ ക്ഷീണിച്ചു പോയോ, അതോ അതിൻ്റെ നടുവിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ ഏറ്റവും അടുത്ത തുണയായി ആത്മസാന്നിധ്യം നൽകിത്തന്ന് കഷ്ടവും നഷ്ടവും ജീവിതത്തിൽ സംഭവിച്ച സമയത്തും പരിശുദ്ധമായ ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്വം ശരീരത്തിൽ ഇറങ്ങി വന്ന്, കുടുംബത്തിൽ ഇറങ്ങി വന്ന്, വീര്യപ്രവർത്തികൾ ചെയ്ത്, നേരിട്ട് സംസാരിച്ച് ധൈര്യപ്പെടുത്തി ഉറപ്പിച്ച് മറ്റൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ആത്മസാന്നിധ്യം അനുഭവിക്കാൻ സഹായിച്ച ദൈവകൃപയാണോ വലുത്? രാത്രി ജനത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഏതിൻ്റെ നടുവിലും ഉറച്ചു നിന്ന് അങ്ങയുടെ കൂടെ വരും. എന്ത് സംഭവിച്ചാലും അങ്ങയുടെ കൂടെ വരും. അവിടുത്തെ കൂടെ പോയാൽ എല്ലാം കഷ്ടവും നഷ്ടമാണെന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാണ്. എൻ്റെ കർത്താവ് സമ്പന്നനായ ദൈവമാണ്. എൻ്റെ കർത്താവ് പാവപ്പെട്ട ദൈവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സകലത്തിൻ്റെയും ഉടമസ്ഥനാണ്.
മറഞ്ഞിരിക്കുന്ന മന്ന കൊടുത്ത് ജനത്തെ പോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞവൻ, അറിയാൻ മേലാത്ത വഴികൾ ഉണ്ടാക്കി തരുന്നവൻ, നമ്മുടെ കണ്ണിന് കാണാൻ മേലാത്ത കാര്യങ്ങൾ, ഗോപ്യമായ അഗോചരമായ കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവം, അത്രയ്ക്ക് മഹത്വമുള്ള ഒരു രാജാവായ ദൈവം വരുന്നു. തൻ്റെ കൂടെ ആളെ കൊണ്ടുപോകാൻ വരുന്നു. അതിൻ്റെ ദിവസം എത്ര ദൂരമെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും കാലമെല്ലാം നോക്കിയാൽ വളരെ അടുത്തിരിക്കുന്നു എന്ന് ഉറപ്പാണ്. ഏതായാലും നമ്മൾ ആ ദിവസം എത്താന്നാലും നമ്മളെന്ന് പോകുമെന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെയും ജീവിതം ഏത് സമയവും തീരാമല്ലോ. 95 മരിക്കുമെന്നും വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഏത് നിമിഷവും ഏത് പ്രായക്കാർക്കും മരണം സംഭവിക്കാമല്ലോ. ആ സെക്കൻഡിൽ ജീസസ് എതിരേൽക്കാൻ സ്വർഗീയ ദൂതന്മാർ വന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിക്ക് ഒരുക്കമാണോ? തങ്ങളെ തന്നെ പൂർണ്ണതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നോ? അതോ പരിമിതികൾക്ക് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നോ? വരുന്ന തെറ്റുകൾക്ക് ഒഴിവ് കഴിവ് പറഞ്ഞ് ഈ പ്രശ്നം എനിക്കുണ്ട്, ഈ പരിമിതി എനിക്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുവോ? പരിമിതികളെ മാറ്റി എന്നെ പൂർണ്ണതപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് അതിന് വിപരീതമായ എല്ലാ ശക്തികളുടെ മേലും പിശാച് തന്റെ സകല ശക്തിയുമായി പാതാള ഗോപുരവുമായി ഇളകി വന്നാലും നില്ലവിടെ എന്ന് വിളിച്ചു പറഞ്ഞ് ആത്മാധികാരം ഉപയോഗിച്ച് അതിൻ്റെ പ്രവർത്തികളെ നിർത്തലാക്കാൻ അധികാരം തന്നിരിക്കെ അതും തിരിച്ചറിയാൻ മേലാതെ പിശാചിനെയും കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് നോക്കിയിരിക്കാതെ ഇന്ന് രാത്രി ആത്മാവിനെ വിളിച്ചു പറയാനുള്ളത്, നിങ്ങളെ തന്നെ വെടിപ്പാക്കി പൂർണ്ണതപ്പെടുത്തുവീൻ. നിങ്ങളുടെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ദൈവശക്തി തരും, കൃപ തരും. കൂടെ പോണം, അകലം വിട്ട് സഞ്ചരിക്കരുത്. കർത്താവ് ഇപ്പം നീ കൂടെ വരണ്ട, കുറച്ച് കാര്യം വർത്താനം പറയാൻ നീക്കുണ്ട്, നീ കൂടെ ഇരുന്ന് ആ വർത്താനം പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് വർത്താനം പറയാൻ പോകുന്നവരുണ്ടല്ലോ, അവർക്ക് യേശുവിനോടൊപ്പം പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ എന്ന് വെക്കേഷൻ എടുത്ത് മാറിപ്പോയി ചില നേരം കളിക്കാൻ പോകുന്ന അവർക്ക് യേശുവിനോടൊപ്പം പറ്റില്ല. ഇതൊരു ഐശ്വര്യന്ത ബന്ധമാണ്, ഇതൊരു ശുദ്ധീകരണ ബന്ധമാണ്. ഞാൻ ഈ രാത്രി ദൈവം പറഞ്ഞ ദൂത് എടുത്തു പറഞ്ഞ് നിർത്താൻ പോന്നു. ഉറപ്പുണ്ടോ പൂർണ്ണതപ്പെട്ടു വരുന്നു എന്ന്? ആരും പൂർണ്ണരെന്ന് പറയാൻ പറ്റില്ല. ആർ യു ഇൻ ദ പ്രോസസ് ഓഫ് പെർഫെക്ഷൻ? ആ പൂർണ്ണതപ്പെടുന്ന പ്രക്രിയയിലാണോ? ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലാണോ? ആ ആത്മസാന്നിധ്യം ഉള്ളത്തിൽ ഉറപ്പുണ്ടോ? ഒന്നുകൂടെ പറയുന്നു, ഈ ശരീരത്തിലും ഈ മനസ്സിലും ദൈവകൃപയും പരിശുദ്ധാത്മ സാന്നിധ്യവും വ്യക്തമായി തിരിച്ചറിയണം. ഇതിനകത്ത് ദൈവം താമസിക്കുന്നു എന്ന് നിങ്ങളുടെ ശരീരം തിരിച്ചറിയണം. അങ്ങനെയുള്ള മഹത്വത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ച് ഓരോ ദിവസവും പൂർണ്ണതപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്ന് രാത്രി ഈ വചനത്താൽ ഈ ജനത്തോടും ഈ ദേശത്തോടും ദൈവം സംസാരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, പരിമിതികൾക്ക് ന്യായം പറയാതെ, തെറ്റുകൾക്ക് ന്യായം പറയാതെ, ഒഴിവഴികൾ പറയാതെ അപ്പം തന്നെ തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ഏറ്റുപറയുവാനും ദൈവകൃപയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഈ രാത്രി ഞാൻ വചനത്താൽ പ്രബോധിപ്പിക്കാം. തലവണക്കം ഒരു നിമിഷം. ഗൗരവമായി ദൈവത്തിന് ചില ആളുകളെ വിവേചിക്കാനുണ്ട്. ആത്മാവ് വിവേചിച്ച് സംസാരിക്കുകയാണ്. ജീവിതം ഗൗരവമാണെന്നറിയണം. ഒഴിവ് കഴിവും കൊണ്ട് നിൽക്കരുത്. അടുത്തു വരൂ. കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള ശുദ്ധീകരണം പ്രാപിക്കൂ. ഈ വചനം പൂർണ്ണ അധികാരത്തോടെ ശരീരത്തിലിറങ്ങി ആളത്വത്തിലിറങ്ങി വചനം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. വചനത്തിൻ്റെ വഴി ജീവിതത്തിൽ വ്യക്തമാവട്ടെ. നിങ്ങളെ കണ്ടാൽ പിശാചിനും അവൻ്റെ ചരക്കുകൾക്കും ഭയം വരത്തക്കവണ്ണം, നമ്മുടെ ചരക്കിന് ഇവനെ കിട്ടില്ല ഇവളെ കിട്ടില്ല എന്ന് ദേശാധിപതി ശക്തിയും ദുഷ്ടശക്തിയും മാറി നിന്ന് നിന്ന് പറയണം. ജീസസ്. പരീക്ഷയ്ക്ക് വരും. പരീക്ഷയ്ക്ക് വന്നാലും ഈ അന്തരംഗ ബോധ്യത്തിലേ വരാവൂ. അല്ലാതെ വരുന്ന വഴിക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റും എന്ന ബോധ്യത്തിൽ വരരുത്.
അതിന് തക്കവണ്ണം ഒരാത്മമണ്ഡലത്തിൽ പോകാൻ ജനം തയ്യാറുണ്ടോ? ഉണ്ടോ? പിശാചേ, നിന്റെ ഒരു ചരക്കിന് ഞാൻ വിധേയപ്പെടില്ല. ലോകമേ, നിന്റെ ഒരു ചരക്കിന് ഞാൻ വിധേയപ്പെടില്ല. യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിന് അത്രയ്ക്ക് ശക്തിയാണ്. യേശുവിൻ്റെ ആത്മവ്യാപാരത്തിന് അത്രയ്ക്ക് ശക്തിയാണ്. അവിടുത്തെ പരിശുദ്ധ വചനം വളരെ അധികാരമുള്ള വചനമാണ്. ഞാൻ വിശുദ്ധമായി ജീവിക്കും. ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കും. ഞാൻ പൂർണ്ണതപ്പെടും. ഞാൻ ദിവസം പ്രതി പൂർണ്ണത പ്രാപിച്ചുകൊണ്ടേയിരിക്കും. കമാൺ, വായി തുറന്നൊരു നിമിഷം ദൈവത്തോട് പറയാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തോട് പറയാൻ ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്? അന്തരംഗത്തിൽ നിന്ന്, ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, യേശുവേ, എനിക്ക് ആ പൂർണ്ണതയിലേക്ക് വരണം. അതിന് ചേരാത്ത എല്ലാം ഞങ്ങൾ ഇന്ന് രാത്രി വാരിക്കളയുന്നു. ചേരാത്ത ഒന്നും എനിക്ക് വേണ്ട, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് തയ്യാറാവും? യേശുവേ, എനിക്ക് പൂർണ്ണതപ്പെടണം. അങ്ങനെ പറയുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. സമർപ്പണത്തോടെ എനിക്ക് പൂർണ്ണതപ്പെടണം. ഒന്നും കുറഞ്ഞല്ല, പൂർണ്ണതപ്പെടണം. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക സ്വല്പ നേരം. പ്രബദല ഹതിനികടകൗഷേയരസഖുണ്ടബൗഷി ജുഖുരിബിഗദലേ ഷോഡവിഖംദരബിഗസ്യ. കർത്താവേ, അവിടുത്തെ മഹത്വത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ഉള്ളതിനാൽ സ്തോത്രം. ആ മഹത്വം ഇന്ന് രാത്രി ഞങ്ങളുടെ ഈ ശരീരത്തിലും ആളത്തിലും ഒന്നിറങ്ങി ആത്മീയ ജീവിതത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും അതിൻ്റെ പത്യവും പരിപൂർണമായി ഗ്രഹിച്ച് അതിനായി സമർപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ സ്ഥാപിതമാകണമേ. അലസതയുടെ ആത്മാവ് ഞങ്ങൾ നീങ്ങിപ്പോകട്ടെ. ചതിവിൻ്റെയും വഞ്ചനയും ആത്മാവ് ഞങ്ങളെ വഞ്ചിക്കാൻ വന്നിരിക്കുന്നത് ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ലാതെ അത് നിർവീര്യമായി പോകേണ്ടതിന് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ മഹത്വം ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. ദേശാധിപതി ശക്തിയുടെ മേൽ ഒരാധിപത്യം ഈ ജനത്തിൻ്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. പാതാളമേ, ജനം നിന്റെ വകയല്ല. പിശാചേ, ജനം നിന്റെ വകയല്ല. ദുർഭൂത ശക്തികളെ, ജനം നിങ്ങളുടെ കളിപ്പാട്ടമല്ല. ഇത് ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാകുന്നുവെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു. ദേശത്തെ ശുദ്ധീകരിക്കുന്ന, ജനത്തെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം.